വ്യോമസേനയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിർണായക നീക്കത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അഞ്ചാം തലമുറ യുദ്ധവിമാനമായ AMCAയുടെ പണിപ്പുരയിലാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. എന്നാൽ അതിനും അപ്പുറം ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ ആറാം തലമുറ വിമാനങ്ങൾക്കായി ഇന്ത്യ ഫ്രാൻസുമായി കൈകോർക്കുകയാണ്. എന്താണ് ഈ FCAS പ്രോഗ്രാം? ഇന്ത്യ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകാൻ പോകുന്നത്? നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരിയിൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഡയറക്ടർ ജനറൽ ജിതേന്ദ്ര യാദവ് ഒരു പ്രധാന കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വെറും ഒരു അഞ്ചാം തലമുറ വിമാനമല്ല, മറിച്ച് 5.5 ജനറേഷൻ വിമാനമായിരിക്കുമെന്ന്. ആറാം തലമുറ വിമാനങ്ങളിൽ കാണുന്ന അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങൾ AMCAയിലും ഉണ്ടാകും. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത രൂപഘടന, പൈലറ്റിന് യുദ്ധക്കളത്തിലെ മുഴുവൻ ചിത്രങ്ങളും കൃത്യമായി നൽകുന്ന സെൻസർ ഫ്യൂഷൻ സംവിധാനം. എന്നാൽ ഒരു പ്രശ്നമുള്ളത് ഇതിന്റെ സങ്കീർണമായ നിർമ്മാണത്തിന് വേണ്ടി വരുന്ന സമയമാണ്. 2035ഓടെ മാത്രമേ AMCA പൂർണ്ണമായും സജ്ജമാകൂ. നിലവിൽ ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന വിമാനങ്ങളുടെ കുറവ് പരിഹരിക്കാൻ മറ്റൊരു വമ്പൻ നീക്കം ആവശ്യമാണ്. അവിടെയാണ് FCAS കടന്നു വരുന്നത്. FCAS അഥവാ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം. ഇത് വെറുമൊരു യുദ്ധവിമാനമല്ല, ഇതൊരു ടീം വർക്കാണ്. ഒറ്റയ്ക്ക് പറന്ന് യുദ്ധം ചെയ്യുന്നതിന് പകരം വിമാനങ്ങളും ഡ്രോണുകളും സാറ്റലൈറ്റുകളും എല്ലാം കൂടി ഒരൊറ്റ ശൃംഖലയായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണിത്. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ഇത് വികസിപ്പിക്കുന്നത്. ഇതൊരു സാധാരണ യുദ്ധവിമാനമല്ല, ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അതിവേഗം ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക വിമാനം. ഇതിൽ അത്യാധുനിക ലേസർ ആയുധങ്ങൾ വരെ ഉണ്ടാകും. യുദ്ധവിമാനത്തിനൊപ്പം സഹായികളായി പറക്കുക ആളില്ലാത്ത ഡ്രോണുകളാകും. അപകടം പിടിച്ച സ്ഥലങ്ങളിൽ വിമാനത്തിന് മുന്നേ പോയി നിരീക്ഷണം നടത്താനും ശത്രുക്കളെ ആക്രമിക്കാനും ഈ ഡ്രോണുകൾക്ക് സാധിക്കും. പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാക്കാതെ യുദ്ധം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. യുദ്ധക്കളത്തിലെ ഇന്റർനെറ്റ് ശൃംഖല പോലെയാണിത്. ആകാശത്തെ വിമാനങ്ങളും കടലിലെ കപ്പലുകളും ഭൂമിയിലെ സൈനികരും സാറ്റലൈറ്റുകൾ വഴി തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതിലൂടെ ശത്രു എവിടെയുണ്ടെന്ന് നിമിഷങ്ങൾക്കകം എല്ലാവർക്കും ഒരുപോലെ അറിയാൻ സാധിക്കും. നിലവിൽ ഈ പദ്ധതിയിൽ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വിമാനത്തിന് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയരാനുള്ള ശേഷി വേണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെടുമ്പോൾ ജർമ്മനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ തർക്കം നിലനിൽക്കെയാണ് ഇന്ത്യ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആ സ്ഥാനത്ത് വരാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഫ്രാൻസിനെ അറിയിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യക്ക് നൽകുന്ന ഗുണങ്ങൾ പലതാണ്. ഇതിലൂടെ ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് ലഭിക്കും. വെറുതെ പണം കൊടുത്ത് വിമാനം വാങ്ങുക മാത്രമല്ല ഇന്ത്യയുടെ ലക്ഷ്യം, മറിച്ച് ഫ്രാൻസിനൊപ്പം ചേർന്ന് ഈ വിമാനം ഒന്നിച്ച് നിർമ്മിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നിവരുടെ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം എന്ന പദ്ധതിയിലേക്കും ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ ഫ്രാൻസുമായുള്ള നമ്മുടെ ദീർഘകാല പ്രതിരോധ സൗഹൃദം കണക്കിലെടുക്കുമ്പോൾ FCASലേക്ക് ഇന്ത്യ അടുക്കാനാണ് സാധ്യത കൂടുതൽ. ചുരുക്കത്തിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് അനിവാര്യമാണ്. ഒരേ സമയം സ്വന്തം നിലയിൽ AMCA വികസിപ്പിക്കുകയും ലോകോത്തര രാജ്യങ്ങളുമായി ചേർന്ന് FCAS പോലുള്ള വമ്പൻ പദ്ധതികളുടെ ഭാഗമാകുകയും ചെയ്യുന്നത് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിലൊന്നായി മാറ്റുമെന്നതിൽ സംശയമില്ല.